ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്നാണ്. ഋതുവായ പെണ്ണിന് നാമം ചൊല്ലാം. നാരായണനാമം ആർക്കും അരുതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്, എഴുത്തച്ഛൻ. ഓൺ പീരീഡ്സ് നിങ്ങൾക്ക് ഭഗവാന്റെ നാമം ചൊല്ലാം. ആരാണ് നിങ്ങളെ ഒന്ന് വേർതിരിച്ചിട്ടുള്ളത്? ദേഹമങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ടാസ്കുകളും വരുത്തരുത് ആ കുട്ടിക്ക്. കാരണം ഇത് നോക്കൂ, ആ ഒരു കെയർ കൊടുക്കുന്ന എന്തിനാ? അടുത്തൊരു തലമുറയെ അവളിലൂടെ വേണം ഈ ധർമ്മത്തിന് കിട്ടാൻ, അല്ലേ? അതുകൊണ്ട് അവളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് വന്ന ഏതൊക്കെയോ ചില ആളുകളുടെ വളരെ മോശമായുള്ള പെരുമാറ്റം കൊണ്ട് ഇതിന് പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ വരികയും ഇത് അശുദ്ധിയാണെന്ന് കണക്കാക്കുകയും ഈ സമയത്ത് മാറി താമസിക്കണം എന്നുള്ള രീതിയിലുള്ള പൊട്ടം തീരുമാനങ്ങൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനൊന്നും അനുകൂലിക്കുന്നില്ല. പക്ഷെ ക്ഷേത്ര ദർശനത്തിന് പറ്റുന്നൊരു സമയമല്ല അത്. അതായത് കുട്ടിയുടെ ആ മാനസികാവസ്ഥ കൊണ്ടും അയാളുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണത് പറയുന്നത്. അപ്പം നമുക്ക് താല്പര്യം ഉണ്ടാവും, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കധികം ബ്ലീഡിങ് ഇല്ല, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് അമ്പലത്തിൽ പോകണം താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് അമ്പലത്തിൽ പോയ, ഞാൻ നേരത്തെ ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അവിടെ മാത്രമാണ് ഈശ്വരൻ എന്നുള്ള ധാരണയിൽ നിന്ന് മാറും. അവിടെ മാത്രമല്ല ഈശ്വരൻ, ചരാചരങ്ങളിൽ മുഴുവൻ ഈശ്വരനുണ്ട്. ഈ സമയത്ത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് അനുഭൂതി കിട്ടുന്നു അത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന റൂം ഏതോ ആ റൂമിൽ നിങ്ങൾക്ക് കിട്ടും. അതിലേക്ക് നിങ്ങൾ ഉയരുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അർത്ഥത്തെ മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അത് പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഏതൊരു ക്ഷേത്രവിശ്വാസിക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു ക്ഷേത്രവിശ്വാസിയും ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ ഈ ഒരു സമയമാണ്, എനിക്കിപ്പോൾ തന്നെ ഭഗവാനെ കാണുന്ന വാശി പിടിക്കുന്ന യഥാർത്ഥ ക്ഷേത്രവിശ്വാസികളാരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് അവർ തന്നെ അവരുടെ ആ ഒരു സമയത്തെ അശുദ്ധിയായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സമയം ഇതിനുള്ളതല്ല എന്നുള്ളത്. അതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.